നേരത്തെ ഈ സേലം ഈ ഡിവിഷന് മാറ്റിയപ്പോൾ BJP തന്നെ പ്രതിഷേധമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, അതല്ല ഓക്കെ. അപ്പൊ ഞാനുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ നോക്കൂ, ഫാക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ പറയുന്നു. നിങ്ങളിങ്ങനെ ഇമാജിനറി ഇഷ്യൂ ഒന്നും ഉണ്ടാക്കല്ലേ. അത് KC വേണുഗോപാലും VD സതീശനും ഗുണം ചെയ്യും. കാരണം 100 ദിവസം അവരുടെ റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ ചോദിക്കുമ്പോൾ പാലക്കാട് ഡിവിഷനാണോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? അങ്ങ് പാലക്കാട് ഡിവിഷന്റെ കാര്യം പറഞ്ഞല്ലോ. പാലക്കാട് ഡിവിഷൻ അങ്ങ് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചു എന്നൊരു വിവരം വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്താണ്? അല്ല, അതില് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കേരളത്തിൽ തീരുമാനിച്ച വികസനം, റെയിൽവേ വികസനത്തിനും ഒരു വീഴ്ചയോ ഉണ്ടാവാൻ പാടില്ല, ഒരു സ്ലോ ഡൗൺ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ താല്പര്യം. കൃഷ്ണദാസേട്ടൻ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ 3 കൊല്ലത്തിന്റെ ഒരു ക്ലിയർ ബ്ലൂ പ്രിന്റ് റെയിൽവേ മിനിസ്ട്രിന്റെ ഒപ്പം ഇരുന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നല്ല ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ടൊരു 1-2 ആഴ്ചയായി. അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പാടില്ല, അതും നന്നായിട്ട് മുമ്പോട്ട് പോകും. ഒന്ന്. രണ്ടാമത്തേത്, എന്താണ് ഈ പാലക്കാട് ഡിവിഷനിൽ നടന്നിരിക്കുന്നത്? അല്ല, നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന കപ്പാസിറ്റി ഉണ്ടല്ലോ. പാലക്കാട് മാംഗ്ലൂർ ഡിവിഷൻ ഇന്നിപ്പോ മാംഗ്ലൂർ 3 ഡിവിഷന്റെ ഭാഗമാണ്. റെയിൽവേസ് ഒരു നാഷണൽ ഓർഗനൈസേഷൻ ആണ്. അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ നടത്തുന്നു, മാംഗ്ലൂർ മൈസൂരിന്റെ ഭാഗമാക്കുന്നു. ഇതിലെന്താണ് പ്രശ്നം? എന്താണ് VD സതീശൻജിയും KC വേണുഗോപാലിന്റെ ഇതിലെന്താണ് പ്രശ്നം? എന്തെങ്കിലും ഉണ്ടാക്കി പറയാ, ഒരു വിവാദം സൃഷ്ടിക്കുക, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. എന്താണ് ഇന്ന് അത് പിടിക്കുന്നത്? 100 ദിവസം കഴിഞ്ഞു, കുറെ വാഗ്ദാനങ്ങൾ കൊടുത്ത ഈ സർക്കാരിന് ഒന്നും കാണിക്കാനില്ല. അപ്പോൾ പോയിട്ട് പാലക്കാട് ഡിവിഷൻ ഇഷ്യൂ ആക്കുക. ഞാൻ ഇന്ന് നരേന്ദ്രമോദിജി സർക്കാരിന്റെ പേരിൽ പറയുന്നു, BJP കേരളത്തിന്റെ പേര് പറയുന്നു, 3 കൊല്ലം റെയിൽവേസിന്റെ ബ്ലൂ പ്രിന്റ് തീരുമാനിച്ച് നരേന്ദ്രമോദിജി നടപ്പിലാക്കും എന്ന് ഞാൻ ജനങ്ങളോട് ഇന്ന് ഓണത്തിന്റെ ദിവസം ഉറപ്പു തരുന്നു. ഈ കർണാടകയിലെ BJP എംപിമാരോട് താല്പര്യപ്രകാരമാണ് വിഭജനം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ആരാണ് ആരോപണം പറഞ്ഞത്? അല്ല, ഈ മാംഗ്ലൂർ പിന്നെ കർണാടകന്റെ ഭാഗമാണോ കേരളത്തിന്റെ ഭാഗമാണോ? അല്ല, പാലക്കാട് ഡിവിഷന്റെ ഭാഗമാണ്. 3 വേറെ ഡിവിഷന്റെ ഭാഗമാണ്. അത് അവർ റീഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നത്? അത് പറയൂ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും ഇവിടെ വരാൻ പോകുന്ന വികസനത്തിലും അത് ബാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് മിനിസ്റ്റർ പറയുന്നു, ബാധിക്കില്ല. 100% ഞാൻ ഇവിടെ പറയുന്നതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നരേന്ദ്രമോദിജി, അശ്വിനി വൈഷ്ണവ്ജി തന്ന ഉറപ്പാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായം അല്ല അത്. അദ്ദേഹം ഇന്നലെ റീഇറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഒറ്റ നയാ പൈസ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനിച്ച 3 ആഴ്ച മുമ്പ് തീരുമാനിച്ച ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഒരു ഒറ്റ ഗ്യാപ്പ് ഉണ്ടാവില്ല, 1 രൂപയുടെയും കമ്മി ഉണ്ടാവില്ല. അതെങ്ങനെയാ നമ്മൾ പറയുന്നത്? ഇത് എപ്പോ റെയിൽവേന്റെ ഉള്ളിൽ റെയിൽവേ നാഷണൽ റീഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ അത് എപ്പോ തുടങ്ങി നമുക്ക് എങ്ങനെ അറിയാം? അതെങ്ങനെയാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്? പെട്ടെന്ന് നടന്നു എന്നല്ല. ഇപ്പൊ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് കാരണം ട്രെയിനുകൾ കുറയും, അങ്ങനെ കേട്ടിട്ടുണ്ടാവും. ട്രെയിനുകൾ കുറയും, വിഹിതം. അല്ല, ഇത് പറയുന്നത് ആരാ? അല്ല, ഇത് ആരാണ് പറയുന്നത്? ഇത് കുറഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 12 കൊല്ലം റെയിൽവേ മോഡേണൈസേഷൻ നടന്നത് കേരളത്തിൽ എത്ര നടന്നിട്ടുണ്ട്? ഞാൻ പറയണോ? ലിസ്റ്റ് ഇട്ട് പറയണോ? 7 സ്റ്റേഷന്, വന്ദേ ഭാരത് ട്രെയിന് എല്ലാം നടന്നിട്ടില്ലേ? ഇവിടെ BJP സർക്കാർ ആയിരുന്നില്ലല്ലോ, എന്നിട്ടും നടന്നല്ലോ. അപ്പോ നോക്കൂ, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡെലിബറേറ്റ് വിവാദം സൃഷ്ടിക്കാൻ ഒരു മൂവ്. അത് ചെയ്യട്ടെ, നോ ഇഷ്യൂ. അത് അവരുടെ അവകാശമാണ്. എന്തെങ്കിലും നിങ്ങൾ എന്തിനാണ് പോയിട്ട് മുഴുങ്ങുന്നത്? ഇപ്പൊ പിടിക്കുന്നത് എന്തിനാ? ഇത് ചെയ്യുന്നത് ആരാണ് ഇവിടെ വികസനം കൊണ്ടുവരേണ്ടത്? അശ്വിനി വൈഷ്ണവ്, നാഷണൽ റെയിൽവേ ബോർഡ്. അവർ പറയുന്നു ഒരൊറ്റ രൂപയുടെ ഡൈല്യൂഷൻ ഉണ്ടാവില്ല, നിങ്ങൾ തീരുമാനിച്ച വികസന ആ ബ്ലൂ പ്രിന്റ് നടപ്പിലാക്കുമെന്ന് അവർ പറഞ്ഞു. അതെല്ലാം വേറെ എന്താ നമുക്ക് വേണ്ടത്? നേരത്തെ ഈ സേലം ഈ ഡിവിഷന് മാറ്റിയപ്പോൾ BJP തന്നെ പ്രതിഷേധമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, അതല്ല ഓക്കെ. അപ്പൊ ഞാനുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ നോക്കൂ, ഫാക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ പറയുന്നു. നിങ്ങളിങ്ങനെ ഇമാജിനറി ഇഷ്യൂ ഒന്നും ഉണ്ടാക്കല്ലേ. അത് KC വേണുഗോപാലും VD സതീശനും ഗുണം ചെയ്യും. കാരണം 100 ദിവസം അവരുടെ റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ ചോദിക്കുമ്പോൾ
പാലക്കാട് ഡിവിഷനാണോ അവര് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? പക്ഷെ അതും പ്രധാനപ്പെട്ട വിഷയമല്ലേ? നേരത്തെ അത് ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട വിഷയമാണ് അത്. ഞങ്ങളല്ലേ ഇവിടെ ഒരു മിനിറ്റ്, ഞാൻ ലാസ്റ്റ് ഇതെല്ലാം നടക്കണം മുമ്പ് ഞാൻ ലാസ്റ്റ് പ്രസ് കോൺഫറൻസിൽ എന്താ പറഞ്ഞു? ഞങ്ങളൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, 3 കൊല്ലത്തിന്റെ വികസന ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ്. ഞങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് നല്ല വർക്ക് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? അതല്ലേ ചെയ്യണ്ട്? കേരളത്തോട് തുടർച്ചയായിട്ടുള്ള അവഗണന. അല്ല, അത് ആ നറേറ്റീവ് പഴയ തല്ലിപ്പൊളി നറേറ്റീവ് ആണെന്ന്. എന്തിനാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന സമയം? ഇത് ഈ CPM-കാരും എത്ര കൊല്ലമായി സാമ്പത്തിക സ്ഥിതി, നമ്മളിപ്പോൾ ധവളപത്രം വായിച്ചാൽ ആരാണ് ഈ സാമ്പത്തിക സ്ഥിതി മോശമാക്കി വെച്ചിരിക്കുന്നത്? നരേന്ദ്രമോദിജിയാണോ? അല്ല, നമ്മളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾക്ക് വിവാദത്തിൽ പെടാനോ വിവാദം ഉണ്ടാക്കാനോ ഒരു താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഒറ്റ അഭ്യർത്ഥനയാണ്, വെറുതെ KC വേണുഗോപാൽ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ വാല് പിടിച്ച് ഓടലെന്നാണ് ചോദിക്കുക. അതിൻ്റെ മറുപടി ഞാൻ തരുന്നുണ്ടല്ലോ.